നേരത്തെ പറഞ്ഞില്ല, ഒരു അമ്മാവനെ ഇവിടെ നിന്നിട്ട് കാര്യം പറയുന്നു. അതിലും വലിയ ഓൾഡ് സ്കൂളാണ് ഇക്കാര്യത്തിൽ ഞാൻ. ശരി. ഞാൻ പ്രണയത്തിന്റെ കാര്യത്തിൽ കുറച്ച് ഓൾഡ് സ്കൂൾ ആയിട്ടുള്ള ആളാണ്. ഇതിനകത്ത് പ്രണയമൊന്നുമില്ല, ഷോ. അതെ അതെ. എങ്കിൽ പോലും ഒരു പ്രണയാഭ്യർത്ഥന എന്ന നിലക്കാണല്ലോ. ഞാൻ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന നിലക്കാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. അതുമാത്രവുമല്ല, അതുകൊണ്ട് തന്നെ രണ്ടുപേർ തമ്മിൽ പ്രണയിക്കുമ്പോൾ രണ്ടുപേർക്കും പരസ്പരം അവിടെയും ഇവിടെയും ഉള്ളവർക്ക് ഫിസിക്കലി മെൻ്റലി അവർക്കൊന്നും പറ്റരുത്, ഒരു തരത്തിലുള്ള ഭംഗങ്ങളും ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ വരുമ്പോൾ ഇത്രയും വലിയ ഹേറ്റിൽ കയറുമ്പോൾ എനിക്ക് പേടിയാണ് ഉണ്ടാകുന്നത്. രണ്ടുപേർ തമ്മിൽ പ്രണയം അഭ്യർത്ഥിക്കുകയും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണല്ലോ അത്. ആ ഘട്ടത്തിൽ എന്തിനാണ് ഇത്രയധികം സാഹസികത വരുന്നത് എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും പറയും പ്രണയത്തിൻ്റെ കൂടെ ഇത്തരം സാഹസികതകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ വൈകാരികമായ ചില സാഹസികതകൾക്കപ്പുറത്തേക്ക് ഇത്തരം ഫിസിക്കലി ഉള്ള ഇത്തരം എഫേർട്ടുകൾ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പക്ഷേ നമ്മൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു മാനസികാഘാതത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടും എന്ന് പേടിക്കുന്ന ആളാണ് ഞാൻ ഇക്കാര്യത്തിൽ. അതിൽ ഈ പറയുന്നത് പോലെ ഒരു ഘട്ടത്തിലും ഇങ്ങനെയുള്ള ഒരു കാര്യം ഞാനത് ചെയ്യുമോ ഇല്ല. ഇതിൽ നേരത്തെ നമ്മളിപ്പോൾ ലണ്ടനിലാണെന്ന് തോന്നുന്നു, ലണ്ടൻ ബ്രിഡ്ജിലോ മറ്റോ ആരോ ഇങ്ങനെ കയറി ഈ പറയുന്നത് പോലെ ഗാസയിലും ഇവിടെ നടക്കുന്ന യുദ്ധത്തിനെതിരെ ഒരു മനുഷ്യനിങ്ങനെ ചെയ്തിരുന്നത്. നമ്മൾക്ക് അതിലൊരു സോഷ്യൽ കോസ് ഉണ്ട്. അത് ഒരു മനുഷ്യനിങ്ങനെ കാണിക്കുമ്പോൾ ആളുകൾ ഇത്തരം ശബ്ദങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഒരു 30 സെക്കൻഡ് എടുക്കട്ടെ. അതായത് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇന്ന് തന്നെ വന്നൊരു മറ്റൊരു വാർത്തയുണ്ട് ഇന്തോനേഷ്യയിൽ നിന്ന്. അതായത് ടിക്ടോക്കിൽ രണ്ടുപേരെന്തോ കിസ് ചെയ്യുന്ന ആംഗ്യമോ മറ്റോ കാണിച്ചപ്പോൾ അവരെ അവിടെ ചൂരലിനടിച്ചു. അപ്പോൾ അതിൻ്റെ വിഷ്വൽ അടക്കം വരികയാണ്. അപ്പോൾ പ്രണയം എന്ന സംഗതിക്ക് എന്തു വെല്ലുവിളികൾ നേരിട്ടാണെങ്കിലോ അത് ചെയ്യുമെന്ന ധീരതയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെങ്കിൽ അത് അവിടെയാണ്, ആ വിഷ്വലാണ് നിങ്ങൾ ഇൻസ്റ്റയിലൂടെ ഓടിക്കേണ്ടത് അല്ലേ. അവർ രണ്ടുപേരും സൈലൻ്റായിട്ടൊന്നും വേദന സഹിച്ചും കൊള്ളുകയാണ്. പിന്നെ ഈ ഒരേ കാര്യമാണ് നടക്കുന്നത്. ഒരാണും പെണ്ണിനും അല്ലെങ്കിൽ രണ്ടാണുങ്ങൾ തമ്മിലാണെങ്കിൽ രണ്ട് പെണ്ണുങ്ങൾ തമ്മിലാണെങ്കിൽ ഇപ്പോൾ ഏത് തരത്തിലാണെങ്കിലും ഉള്ള പ്രേമം രണ്ട് മനുഷ്യർക്കിടയിൽ ഉണ്ടാകുമ്പോൾ അത് ഒരു സ്ഥലത്ത് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ആഘോഷിക്കപ്പെടുകയാണ്. ഞാനും സമയപരിമിതിയുണ്ട്. അല്പം കൂടെ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലം സുഹൃത്തുക്കളായിരിക്കുന്ന രണ്ട് മനുഷ്യന്മാർ തമ്മിൽ നമ്മൾ പ്രണയിക്കുകയാണോ എന്നൊരു ഘട്ടത്തിൽ തോന്നുകയും പ്രണയബദ്ധരാണെന്ന് ഒഫീഷ്യലി വിചാരിക്കുകയും ചെയ്ത ആൾ കൂടിയാണ് ഞാൻ. എന്നിട്ട് ഒരു മനുഷ്യൻ പറയണോ ഒരു പുട്ടും ബീഫും മേടിച്ചു തന്നിട്ട് നിന്നോട് നമ്മൾ പ്രണയത്തിലാണോ എന്ന് ചോദിക്കാൻ ഞാൻ തുനിഞ്ഞിരുന്നു എന്ന് പോലും വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത്രയും സിമ്പിളായി കൂടി പ്രണയത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തോന്നുന്ന ആൾ. അതിന് ഈ സാഹസികതയുടെ ആവശ്യമൊന്നുമില്ല. കുറച്ചുകൂടെ നല്ല കോഴ്സാണെങ്കിൽ ഇത്തിരി കൂടെ ഗ്ലാമറായിട്ട് നമ്മളതിനെ കുറച്ചുകൂടെ ആഘോഷിച്ച് കൈയടിച്ചേനെന്നാണ് എനിക്ക് തോന്നുന്നത്.